10 മിനിറ്റ് കൊണ്ട് ഇനി അവശ്യ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തില്ല. ആ സേവനം ബ്ലിങ്കിറ്റ് ഉൾപ്പെടെയുള്ള ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിർത്തലാക്കി. നമുക്ക് ഈ 10 മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ അത് എത്തിക്കാൻ ഈ ഡെലിവറി ഏജന്റുകൾ എടുക്കുന്നത് വലിയൊരു റിസ്ക്കാണ്. പലരും സ്പീഡിൽ വാഹനം ഓടിച്ച് ഈ സാധനം എത്തിക്കുമ്പോൾ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തിയാണ് പലരും ഈ 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെലിവറി തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പെട്ടെന്നുള്ള തീരുമാനം. 10 മിനിറ്റിൽ 10,000 ഉൽപ്പന്നങ്ങൾ എന്ന ടാഗ് ലൈൻ മാറ്റി 30,000-ലധികം ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു എന്നാക്കി പരിഷ്കരിച്ചു ബ്ലിങ്കിറ്റ്. സെപ്റ്റോ, സൊമാറ്റോ, സ്വിഗ്ഗി എന്നീ കമ്പനികളും ബ്ലിങ്കിറ്റിന്റെ വഴിയെ ഈ 10 മിനിറ്റ് ഡെലിവറി സേവനം എന്നത് മാറ്റിയിട്ടുണ്ട്. കമ്പനികളുടെ പ്രതിനിധികളുമായി കേന്ദ്ര മന്ത്രാലയം ഒരു ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പെട്ടെന്നുള്ള തീരുമാനം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധനങ്ങൾ എത്തിക്കണമെന്ന സമ്മർദ്ദം ഒഴിവാക്കാൻ കേന്ദ്രമന്ത്രി കമ്പനികളോട് നിർദ്ദേശിച്ചു. അതിവേഗ ഡെലിവറി വാഗ്ദാനങ്ങൾ തൊഴിലാളികളെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന ആശങ്ക നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ ഗിഗ് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സർക്കാരിന്റെ ഒരു നിർണായക നീക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. ഡിസംബർ 25-നും ഒപ്പം ഡിസംബർ 31-നും ഗിഗ് ഡെലിവറി തൊഴിലാളികൾ രാജ്യവ്യാപകമായി പണിമുടക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ. സുരക്ഷിതമല്ലാത്ത ഡെലിവറി മോഡലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഒപ്പം വരുമാനം കുറയ്ക്കുന്നതും പരിമിതമായ സാമൂഹിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നതും ഈ പ്ലാറ്റ്ഫോമുകളാണെന്ന് തൊഴിലാളികൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അസാധ്യ വേഗത്തിലുള്ള ഡെലിവറിയേക്കാൾ വലുത് മനുഷ്യജീവനാണെന്ന തിരിച്ചറിവാണ് ഇപ്പോഴുള്ള തീരുമാനത്തിന് പിന്നിൽ. അത് ബോധ്യപ്പെടുത്താൻ ഡെലിവറി തൊഴിലാളികൾ തന്നെ സമരവുമായി രംഗത്തെത്തേണ്ടി വന്നു. കാരണം അവർക്ക് വലുത് അവരുടെ ജീവനാണല്ലോ.